ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. KTU ഫസ്റ്റ് ഇയർ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പുകളിൽ വാട്സാപ്പ് ഉണ്ട്, ടെലിഗ്രാം ഉണ്ട്, എല്ലാത്തിലും ജോയിൻ ചെയ്യുക. കാരണം ഈ മൊഡ്യൂൾ 3 പ്രത്യേകിച്ച് ഗ്രൂപ്പ് ബി ആൻഡ് സിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ നോട്ട്സ് വാങ്ങിച്ചിട്ട് വന്ന് താങ്ക്സ് പറഞ്ഞ ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3. കാരണം ഇതിനകത്ത് കിടക്കുന്ന സോൾഡ് മോഡൽ ക്വസ്റ്റ്യൻസ് അത് നോക്കിയിട്ട് പോയാൽ 100% പാസ് മാർക്ക് ഉറപ്പെന്നാണ്. കാരണം അത്രത്തോളം ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചാപ്റ്റർ മൊഡ്യൂൾ 3 ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനാണ്. അതും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനും അതിൻ്റെ ലീനിയർ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇത് മക്കളെ നിങ്ങൾക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ പരമാവധി പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ട് പോവാവൂ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്താണ് മെത്തേഡ്, സെയിം മെത്തേഡാണ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. സോ അത് പഠിച്ചിരിക്കണം. അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ മെത്തേഡും പ്രോബ്ലംസും നിങ്ങൾ ചെയ്തിരിക്കണം. ദെൻ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറവും ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് ഇത് നിങ്ങൾ ഇൻ കേസ് സ്കിപ്പ് ചെയ്താലും ദ സൊല്യൂഷൻ ഓഫ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വരുന്നത് ഇനിഷ്യൽ വാല്യൂസിൻ്റെ ആണ് യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ അതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായി ചോദിച്ചേക്കാം. ദെൻ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പഠിച്ചാൽ അതുമായി അസോസിയേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ് അതെന്ന് പറയുന്നത്. ദെൻ ഇത് ആക്ച്വലി ഒരു മിനി എക്സാമ്പിളാണ്. ഇത് ഒരു OS ലെവലിൽ വിചാരിക്കുന്നവർ അത് സ്കിപ്പ് ചെയ്യരുത്, തീർച്ചയായിട്ടും പഠിക്കണം എന്നുള്ളതാണ്. ദെൻ പാർട്ട് ബിയിൽ 9 മാർക്കിന് വരുന്നതിൽ 100% 100% ഉറപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷൻ തന്നിരിക്കും, അതിനെ എന്ത് ചെയ്യണം, അതിൻ്റെ കോൺവല്യൂഷൻ തിയറം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9 മാർക്കിന് ചോദിക്കാൻ സാധ്യതയെന്നല്ല ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു പോർഷനാണ്. ദെൻ ഞാൻ ഈ പറഞ്ഞു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും, യൂണിറ്റ് സ്റ്റെപ്പ് ഒരു മിനി ക്വസ്റ്റ്യൻ ഉണ്ടാകും, ദെൻ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ബൈ ലാപ്ലേസ് തിയറം അത് തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സൈൻ സ്ക്വയർ 3t എന്ന് പറയുന്നതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഡയറക്റ്റ് കണ്ടുപിടിക്കാനാണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. e⁻²t cos 4t അതിൻ്റെ ലാപ്ലേസ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ നോക്കിയാൽ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം വെച്ചിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ പറഞ്ഞു ഇത് 4 5 മാർക്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ ഡയറക്റ്റ് ഈ രീതിയിൽ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷന് ചോദിക്കാം. 9 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇത് രണ്ടും കൂടി ചേർത്ത് 5 + 4 9 മാർക്കിനാണ്. ഒന്ന് കോൺവല്യൂഷൻ തിയറം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ്. ആ മെത്തേഡ് ഉപയോഗിച്ച് വെറുതെ കണ്ടുപിടിച്ച് വെച്ചിട്ട് കാര്യമില്ല. ദെൻ ഡയറക്റ്റ് അത് വേറൊരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ മൊഡ്യൂളിൽ നിന്നും 10ന് കൂടുതൽ മാർക്ക് ഞാൻ ഈ പറഞ്ഞ 3 ടോപ്പിക്സ്, ഒന്ന് കൺവല്യൂഷൻ തിയറം, ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ, ദെൻ ഇൻവേഴ്സ് ലാപ്ലേസ്, ഈ 3 പിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എന്തായി നിങ്ങളുടെ പ്രിപ്പറേഷൻ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത് നമുക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങളുടെ ഡൗട്ടുകൾ മെസ്സേജ് ചെയ്യുക. കൂടുതൽ PVQസും സോൾവ്ഡ് എക്സാംസുമായിട്ട് നാളെയും മറ്റന്നാളും ഞങ്ങൾ ലൈവ് വരും. തൽക്കാലം നിർത്തുന്നു.